എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു വെറൈറ്റി ദോശയായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാണ് ഓട്സ് ദോശ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഓട്സ് കാച്ചി കുടിച്ച് മടുത്തവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണിത്. ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി ഇതുപോലെ മുറിച്ച് വെക്കുക. കുറച്ച് ജീരകം, കാശ്മീരി മുളക് പൊടി ഒരു മിക്സിയുടെ ജാറിലിടുക. ഇതിലോട്ട് ഓട്സും കൂടി ചേർക്കുക. 2 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച ഓട്സ് വേണം ഇതിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. കുതിർത്ത് വെച്ച ഓട്സ് ഈ രൂപത്തിലാണ് വേണ്ടത്. ഓട്സ് പെട്ടെന്ന് തന്നെ കുതിരുമല്ലോ വെള്ളത്തിൽ, അപ്പോൾ ഈ രൂപത്തിലുണ്ടാവും. ഇനി ഇതൊക്കെ കൂടി മിക്സിയിൽ അടിച്ചെടുക്കാം. ഓട്സ് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ രൂപത്തിലാണ് ഉണ്ടാവേണ്ടത്. അതിലോട്ട് നമ്മുടെ തക്കാളി, ഉള്ളി മിക്സ് ചെയ്തതാണ് ഇത് അതിൻ്റെ കൂടെ ചേർക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടി വരും. നമ്മുടെ ഓട്സ് ദോശയ്ക്ക് വേണ്ട മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് ഉണ്ടായിരിക്കേണ്ടത്. ഈ ഒരു അളവിൽ. പിന്നെ നോൺ സ്റ്റിക്കിലാക്കുന്നതായിരിക്കും ഇത് കൂടുതൽ നല്ലത്. മറ്റ് ദോശക്കല്ലിലാകുമ്പോൾ അടത്തിയെടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി കൂടി ചേർത്താൽ മതി. നമ്മളിന്നിവിടെ ഇരുമ്പിൻ്റെ ദോശക്കല്ലിൽ തന്നെ ഉണ്ടാക്കുന്നത്. ഈ ഒരു പാകത്തിലാണ് മാവ് ഇരിക്കുന്നത്. നമ്മുടെ മുത്തശ്ശിമാരുടെ കൈപ്പുണ്യൊന്ന് വേറെ തന്നെയാണല്ലോ. പാറുട്ടീൻ്റെ മുത്തശ്ശിയാണ് ഈ ദോശ ഉണ്ടാക്കുന്നത്. ഇന്ന് ഡയറ്റിൻ്റെ ഭാഗമായി വെയിറ്റ് ലോസിന് വേണ്ടിയൊക്കെ ഇപ്പോൾ ഓട്സ് ഒരു നേരത്തെ ഫുഡായി ഉപയോഗിക്കുന്നവർ ധാരാളമുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഓട്സ് കാച്ചിട്ടൊക്കെ കുടിച്ച് മടുത്തിരിക്കുകയായിരിക്കും. അപ്പോൾ അവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. നമ്മുടെ അടിപൊളി ഓട്സ് ദോശയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്